തമിഴ്നാട് രാഷ്ട്രീയം ഈ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ പല മുന്നേറ്റങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയ് വിജയിച്ചു വരിക എന്നത് വളരെ അപൂർവം പേർ മാത്രം ചിന്തിച്ചിരുന്ന കാര്യമാണ്. ഈ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വിജയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ഞാനും പ്രതീക്ഷിച്ചിരുന്നത്. അടുത്ത 5 വർഷം പ്രതിപക്ഷത്തിരിക്കുക, അത് കഴിഞ്ഞുള്ള 5 വർഷം വളരെ മികച്ച വിജയത്തോടെ മുഖ്യമന്ത്രിയാവുക എന്നതായിരുന്നു. പക്ഷേ ഈ തവണ തന്നെ 108 സീറ്റോടെ തന്നെ വിജയ് TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുകയാണ്. വേണമെങ്കിൽ ഇപ്പോൾ TVKക്ക് സർക്കാർ രൂപീകരിക്കാം. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇടത് പാർട്ടികൾ കൂടി പിന്തുണച്ചാൽ CPIക്ക് 2 സീറ്റുണ്ട്, CPIMന് 2 സീറ്റുണ്ട്, VCK എന്ന ഇടതുപക്ഷ പാർട്ടിക്ക് കൂടി 2 സീറ്റുണ്ട്. അവർ കൂടി ചേർന്നാൽ TVKക്ക് ഭരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ പിന്തുണ ഇപ്പോൾ ലഭിക്കാത്തത് കൊണ്ട് 113ൽ എത്തി നിൽക്കുകയാണ് TVK. മറുവശത്താകട്ടെ DMKയും AIADMKയും ഒന്നിച്ചാൽ 119 സീറ്റുകൾ ലഭിച്ച് അവർക്കും ഭരിക്കാം. പക്ഷെ ഒരിക്കലും അവർ ഒന്നിക്കുന്നത് ഒരു DMKക്ക് തികച്ചും ഒരു മാന്യമായ കാര്യമായിരിക്കില്ല. കാരണം AIADMKക്ക് ഇത്രയും സീറ്റ് ലഭിച്ചത് BJPയുടെ സപ്പോർട്ട് കൂടിയാണ്. BJPയുടെ സപ്പോർട്ട് കൂടി ജയിച്ച ഒരു പാർട്ടിയെ പിന്തുണയ്ക്കാൻ സ്റ്റാലിൻ്റെ DMK തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല DMKയോടൊപ്പം കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷ പാർട്ടികളുമുണ്ട്. ഇവരാരും ഇതിന് തയ്യാറാകുമെന്ന് ഞാൻ തോന്നുന്നില്ല. അതിനാൽ വിജയ്ക്ക് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം. ഒരു പക്ഷേ ഇനി ഒരു റീഇലക്ഷൻ വന്നാൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഇട്ടെറിഞ്ഞു പോയി റീഇലക്ഷന് വേണ്ടി ഇറങ്ങിയപ്പോൾ അവർക്ക് ലഭിച്ച പകുതി സീറ്റിൻ്റെ ഇരട്ടിയോളം സീറ്റ് ലഭിച്ച് ഡൽഹി തൂത്തുവാരിയാണ് അവർ തിരിച്ചു വന്നത്. അതിനാൽ ഇത്തവണ TVക്ക് ഒരു റീഇലക്ഷൻ വന്നാൽ തമിഴ്നാട് തൂത്തുവാരുമെന്ന് ഉറപ്പാണ്. കാരണം വിജയ് ജയിക്കുമെന്ന് ഉറപ്പില്ലാതിരുന്നിട്ട് കൂടി ഇത്രയും വോട്ടുകൾ ലഭിച്ചെങ്കിൽ ജയിക്കുമെന്നൊരു പ്രതീക്ഷ വന്നാൽ തമിഴ്നാട് ഒന്നടങ്കം വിജയ്ക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. DMKക്കുള്ളിലെ പാർട്ടികൾക്കും ഇപ്പോൾ വിജയനെ പിന്തുണയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഇത്ര കൂടി സീറ്റ് അവർക്ക് ലഭിക്കാതെ വരും ഇനിയൊരു റീഇലക്ഷൻ വന്നാൽ. അതിനാൽ വിജയ് തന്നെ തമിഴ്നാടിന് മുഖ്യമന്ത്രിയാവുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.